പൂക്കളമില്ലാതെ എന്തോണമല്ലേ, അതിന് പൂക്കൾ എവിടെയാ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി വീട്ടിൽ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു പൂക്കളത്തിൻ്റെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഇതുപോലെ റൗണ്ട് ആയിട്ടുള്ള ഒരു ഫ്ലോർ മാറ്റും, പിന്നെ നമ്മുടെ മാരിഗോൾഡ്, നമ്മുടെ ബന്ദി, ജമന്തി, നമുക്ക് ഇഷ്ടമുള്ള പൂക്കൾ ഏതാണോ അതെല്ലാം റെഡിയാക്കി വെക്കുക. പിന്നെ വേണ്ടത് നമുക്ക് ഗ്ലൂ ഗൺ വേണം. അത്യാവശ്യം സ്റ്റിക്കി ആയിട്ടുള്ള ഗ്ലൂ സ്റ്റിക്ക് എടുക്കുന്നതാണ് കൂടുതൽ ഇത് ലാസ്റ്റ് ചെയ്യാനായിട്ട് നല്ലത്. പിന്നെ ചെയ്യേണ്ടത് നമ്മൾ പൂക്കൾ അറേഞ്ച് ചെയ്ത് വെക്കുക, എന്നിട്ട് ഓരോ ലെയർ ബൈ ലെയർ ഒട്ടിച്ചെടുക്കുക. അപ്പം പൂ റൗണ്ടിൽ വെച്ചിട്ട് ഒട്ടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അയ്യോ, ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ എൻ്റെ പൂക്കൾ ഇത്രയായി. ഇനിയിപ്പോൾ കണ്ടോ, ആ സ്റ്റാർ ഷേപ്പിലുള്ള പൂവാണ് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ച് ഒട്ടിക്കാൻ പോകുന്നത്. ബാക്കിയെല്ലാം ഒട്ടിച്ചു. അപ്പോൾ പൂക്കൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഒട്ടിക്കുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ, നമുക്ക് അതായത് കറക്റ്റ് പൂക്കൾ തികയുമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഷേപ്പിന് വ്യത്യാസം ഉണ്ടോ എന്നെല്ലാം നമുക്ക് അറിഞ്ഞ് അതിനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും. കാരണം ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റൽ വലിയ ചടങ്ങായിരിക്കും. അങ്ങനെ ആ ഷേപ്പിൽ നിന്ന് ആ പൂ എടുത്തിട്ട് കറക്റ്റ് പ്ലേസിൽ പശ വയ്ക്കുക, പൂ ഒട്ടിക്കുക. ഈ പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യുക. അടുത്ത ലെയറായിട്ട് നമ്മൾ യെല്ലോനെ ഇങ്ങനെ വെച്ചു. ഇനി പയ്യെ ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ യെല്ലോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഓറഞ്ച് മാരിഗോൾഡാണ് വെച്ച് കൊടുത്തത്. ഇതിന് മുന്നുണ്ടായിരുന്ന പ്രോജക്ട്സിൽ നിന്നെല്ലാം പൂക്കളെ റീപർപ്പസ് ചെയ്യുകയാണ് ഞാൻ ഈ പൂക്കളത്തിലേക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതൊന്നും വേസ്റ്റായി പോകത്തില്ല. അപ്പോൾ ഇതിന് മുന്നുണ്ടായിരുന്ന ഒരു ഗാർലൻഡ്, അതിൽ നിന്ന് ഞാൻ ആ പർപ്പിൾ കളറിലെ ഫ്ലവറിനെ പറിച്ചെടുത്താണ് ആ ഉള്ള ഗ്യാപ്പിൽ ഫില്ല് ചെയ്ത് കൊടുത്തത്. അതിൻ്റെ അപ്പുറത്ത് ഞാനൊരു ഗ്രീൻ വെച്ച് നോക്കി, പക്ഷേ എനിക്കത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന് മുന്നുണ്ടായിരുന്ന ഒരു പ്രോജക്റ്റിലെ വൈറ്റ് ഫ്ലവേഴ്സ് എടുത്ത് ഞാൻ ആ ഗ്രീനിനെ റീപ്ലേസ് ചെയ്തു. കണ്ടോ, ഇതുപോലെ ഒരു ബൊക്കെ പോലെ ഉണ്ടാക്കിയ ഒരു സാധനമായിരുന്നു. അതിനകത്ത് നിന്ന് വൈറ്റ് ഫ്ലവേഴ്സും വെച്ചു. പിന്നെ സെൻറ്ററിൽ ഞാനൊരു റോസ് ഫ്ലവറാണ് വെച്ചത്, പക്ഷെ അത് വെച്ച് കഴിഞ്ഞിട്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അത് ഞാൻ മാറ്റി. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കളേഴ്സും ഫ്ലവേഴ്സും ഒക്കെ മാറ്റി നമ്മൾ ഫൈനലായിട്ട് പൂക്കളം റെഡിയാണ്. ഇങ്ങനെ ഒരു പൂക്കളം ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കൺവീനിയൻറ്റും ആണ്. നല്ല ഫോട്ടോസും ആ സെലിബ്രേഷന് തന്നെ അതിൻ്റെ ഒരു കളർ അങ്ങോട്ട് എൻഹാൻസ് ചെയ്യും. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.